ഓക്കെ. നവംബർ 24 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നൊരു അഭിമുഖം ഞാൻ കൊടുത്തുള്ള അഭിമുഖം. അത് കുറച്ച് ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ VS-നെയും പിണറായിയും അധിക്ഷേപിക്കുന്ന തരത്തിൽ, അവഹേളിക്കുന്ന തരത്തിൽ ഉള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ VS-നോടും പിണറായിയോടുള്ള എൻ്റെ ആദരവ് പ്രകടിപ്പിക്കുകയും ഇത് ആരെങ്കിലും വ്രണപ്പെടുത്തിയെന്ന് വെച്ചാൽ അവരോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ വാസ്തവത്തിൽ വിവരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഒരു ശാസ്ത്രീയ അർത്ഥത്തിലാണ്, അല്ലാതെ വിവരക്കേണ്ട ഓപ്പോസിറ്റായുള്ള അർത്ഥത്തിലല്ല. വിവരം എന്നുള്ളത് വിവര സാങ്കേതിക വിദ്യ, വിവര വിപ്ലവം എന്നൊക്കെ ഉപയോഗിക്കുന്നതിലത്തെ വിവരം എന്നുള്ള അർത്ഥത്തിലാണ്. അതെന്താ വെച്ചാൽ ഞാൻ സഖാവ് EMS-നെയും സഖാവ് VS-നെയും താരതമ്യപ്പെടുത്തിയായിരുന്നു. സഖാവ് EMS ഒരു സൈദ്ധാന്തികനാണ്. വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. എന്നാൽ സഖാവ് VS കൂടുതൽ സാദൃശ്യം AKG-യോടാണ്. ജനങ്ങളുമായിട്ട് ജനങ്ങളുടെ വികാരത്തെയാണ് മാനിക്കുന്നതും ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സഖാവിൻ്റെ VS-ൻ്റെ എന്താണ് പ്രാധാന്യം എന്നുള്ളത്, അല്ലെങ്കിൽ അടിത്തറ എന്നുള്ളത്, സ്ട്രെങ്ത് എന്നുള്ളത് ജനബന്ധമാണ്. അത്തരത്തിലുള്ള ജനബന്ധമല്ല പിണറായിക്കുള്ളത്. AKG-യുടെ മാതിരി അല്ല പിണറായി. AKG പിണറായിയായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. പിണറായി തന്ത്രങ്ങളും അടവുകളും മെനയുന്നതിൽ നല്ല സമർത്ഥനാണ്. പക്ഷേ EMS-ൻ്റെ മാതിരി സൈദ്ധാന്തികനാണെന്ന് പറയാനും പറ്റില്ല. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഇത് രണ്ടും EMS-ൻ്റെ AKG-യുടെയും കഴിവുകൾ കൂടിയുള്ള ഒരാൾ വേണം. ആ കഴിവ് കൂടിയുള്ളത് ഇന്ന് ഞാൻ കാണുന്നോളം ഐസക്കിലേ ഉള്ളൂ. ഇന്നത്തെ വളരെ സങ്കീർണമായ കാലഘട്ടത്തിൽ അത്തരത്തിൽ ജനങ്ങളെ ബൗദ്ധികമായിട്ടും വൈകാരികമായിട്ടും ജനങ്ങളെ നയിക്കാൻ കഴിവുള്ള ഒരാൾ വേണം. ശരിയാണ്, ഐസക്ക് തന്നെ വിചാരിച്ചാൽ പറ്റില്ല. ഐസക്കിന് പിണറായിയും VS-ഉം കൂടിച്ചേർന്ന് പിന്തുണ നൽകുകയാണെങ്കിൽ കേരളത്തിലെ ഇന്നത്തെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ കുറേ കൂടി എളുപ്പമായിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇതാണ് പറയാൻ ഞാൻ ശ്രമിച്ചത്. ഒരിക്കൽ കൂടി പറയട്ടെ, പിണറായിയും VS-നെയും കൊച്ചാക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ ഉദ്ദേശം ഒട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആലോചിക്കാൻ പോലും എനിക്ക് പറ്റില്ല.